ഹലോ ഹായ് നമസ്കാരം. സാഗരി റിസ് പ്ലസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ PVQ സീരീസിന്റെ ഭാഗമായിട്ട് രണ്ടാമത്തെ ക്ലാസ് ആണ്, അതായത് രണ്ടാമത്തെ ചോദ്യ പേപ്പറുമായിട്ട് വന്നിട്ടുണ്ട്. ഇതിലും നമ്മൾ 80 GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഈ PVQ സീരീസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഏതൊക്കെ പോർഷൻസ് നിന്നാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ ഹോട്ട് ടോപ്പിക്സ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ സീരീസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഭാഗങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ആ ഭാഗത്ത് കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അതിന് വേണ്ടി ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യുക, തുടർന്ന് കാണാൻ ശ്രമിക്കുക, അവസാനം വരെ കാണുക. ഓക്കെ, ക്ലാസ്സിലോട്ട് കിടക്കാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതെന്നാണ്. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ഓപ്ഷൻ ഉണ്ട്: സ്വദേശി മിത്രം, കേസരി, സമ്പാദ് കൗമുദി, ന്യൂ ഇന്ത്യ. ഏതാണ്ട്രാ? ഇവിടെ സമ്പാദ് കൗമുദിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് വരുന്നത് രാജാറാം മോഹൻ റോയ് സമ്പാദ് കൗമുദി ഏത് ഭാഷയിൽ രചിച്ചു എന്നായിരിക്കും. ഓക്കെ, ഏത് ഭാഷ? ബംഗാളി ഭാഷ. ഓക്കെ ഇല്ലടാ. ഇവിടെ സ്വദേശി മിത്രം ആരംഭിച്ച പത്രമാണെന്ന് മനസ്സിലാക്കണം. ഇവിടെ G. സുബ്രഹ്മണ്യ അയ്യർ ആരംഭിച്ച പത്രമാണ് ഏത്? സ്വദേശി മിത്രം. ഇവിടെ കേസരി, മറാത്ത ഇതൊക്കെ ആരുടെയാണ്? ഇവിടെ ബാലഗംഗാധര തിലകന്റെ പത്രമാണ് കേസരിയും മറാത്തയും. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ഇതൊക്കെ ആരുടെ പത്രമാണ്? ഇവിടെ ആനി ബെസന്റിന്റെ പത്രമാണ്. ആനി ബെസന്റ്, നമ്മുടെ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ നായികയായ ആനി ബെസന്റിന്റെ പത്രമാണ്. ഏതൊക്കെ? ന്യൂ ഇന്ത്യ കോമൺവെൽത്ത്. ഓക്കേടാ. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല, ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി ഏതാണെന്നല്ല, സ്ഥാപിച്ചത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, ഇവിടെ ഡോക്ടർ സക്കീർ ഹുസൈൻ ഉണ്ട്, DK കാർവെ ഉണ്ട്, MA അൻസാരി ഉണ്ട്, GG അഗാക്കർ ഉണ്ട്. ഏതാണ് ആൻസർ? ഇവിടെ ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? ഇവിടെ ആരാണ്? അത് DK കാർവെയാണ്. ആരാണ്? DK കാർവെയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല ആരംഭിച്ചത്. ഓക്കെ, ഇവിടെ ഡോക്ടർ സക്കീർ ഹുസൈൻ ആരാണ്? ഇവിടെ നമ്മുടെ മൂന്നാമത്തെ രാഷ്ട്രപതിയായ വ്യക്തിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. അതായത് നമ്മുടെ വിദ്യാഭ്യാസ തത്വചിന്തകനായ വ്യക്തി എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് എന്ത്? ഡോക്ടർ സക്കീർ ഹുസൈൻ. ഓക്കെ, ഇവിടെ GG അഗാക്കർ ആരാണ്? GG അഗാക്കർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. GG അഗാക്കർ ആരാണ്? നമ്മുടെ ഫർഗൂസൺ കോളേജിന്റെ സ്ഥാപകനാണ്. ഫർഗൂസൺ കോളേജ് സ്ഥാപിച്ച GG അഗാക്കറും ആനി ബെസന്റും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഓക്കെ, ആരൊക്കെയാണ്? സക്കീർ ഹുസൈൻ ആരാണ്? നമ്മുടെ മൂന്നാമത്തെ രാഷ്ട്രപതിയാണ്. കൂടാതെ എന്താണ്? ജാമിയ മിലിയ ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ കൂടിയാണ് ആര്? നമ്മുടെ സക്കീർ ഹുസൈൻ. ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യൻ പഠിച്ചു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല രചിച്ചത് ഏത് ഭാഷയിലാണ്? അപ്പം നിബന്ധമാല ആര് രചിച്ചു എന്ന് കിട്ടിയാരാണ്? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കറാണ് നിബന്ധമാല രചിച്ചത്. അത് ഏത് ഭാഷയിലാണ്? എടാ, അത് മറാത്തി ഭാഷയിലാണ്. ഏതാണ്? മറാത്തി ഭാഷയിലാണ് നിബന്ധമാല ആര്? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ രചിച്ചത്. ഓക്കെ അല്ല, ഇത്രയും ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? അടുത്ത് നോക്കിയേ, 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് ആരാണ്? അല്ലെ, ആർട്സിന്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ നോക്കിക്കോ. അമൃത ഷേർഗിൽ, അബനീന്ദ്രനാഥ് ടാഗോർ, നന്ദലാൽ ബോസ്, ജ്യോതിബ ഫുലെ. ആരാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്? ഇവിടെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ പഠിക്കാൻ ശ്രമിക്കുക. ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ ആണ് എന്ത്? സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത്. അതായത് ചിത്രരചനയുമായി ബന്ധപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. ഓക്കെ, കൂടാതെ വേറെയും പല രീതിയിലുള്ള കലകൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. ഓക്കെ, ഇവിടെ അമൃത ഷേർഗിലിനെ പറ്റി എന്തറിയാം? അമൃത ഷേർഗിലിന്റെ ഒരു ചിത്രമാണ് ഏത്? ദ സ്റ്റോറി ടെല്ലർ. ഏതാണ്? ദ സ്റ്റോറി ടെല്ലർ ആരുടെ കൃതിയാണ്? സ്റ്റോറി ടെല്ലർ കൃതിയല്ല, ചിത്രം. ആരാണ്? അമൃത ഷേർഗിലിന്റെയാണ്. നന്ദലാൽ ബോസിന്റെ ഏതാണ്? ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെയാണ്? നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് അല്ലേ, വളരെ ഫേമസ് ആയ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. ഇവിടെ ജ്യോതിബ ഫുലെ ആരാണ്? അവിടെ ഇന്ത്യയിലെ അതായത് പെൺകുട്ടികൾക്ക് വേണ്ടി ആദ്യ സ്കൂൾ ആരംഭിച്ചു. എവിടെ? ഇവിടെ പൂനെയിൽ 1848 കുട്ടികൾക്ക് വേണ്ടിയുള്ള ആദ്യ സ്കൂൾ ആരംഭിച്ച വ്യക്തി ആരാണ്? ഇവിടെ ജ്യോതിബ ഫുലെയാണ്. കൂടാതെ ആരുണ്ട്? പുള്ളിയുടെ പത്നിയായ സാവിത്രി ഫുലെയും ചേർന്നാണ് 1848 ഇന്ത്യയിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ആദ്യ സ്കൂൾ ആരംഭിച്ചത് അല്ലേ. കൂടാതെ എന്താണ്? ഇവിടെ സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ആരാണ്? ഇവിടെ ജ്യോതിബ ഫുലെയാണ്. അതും ഏത് വർഷം തന്നെ? 1848 തന്നെ സത്യശോധക് സമാജ്. ഓക്കെ,
ഓക്കെ, 4 ക്വസ്റ്റ്യൻ പഠിച്ചു. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തു? എത്ര തവണ ഭേദഗതി ചെയ്തു? എത്ര തവണ ഭേദഗതി ചെയ്തു? ഒരു തവണയാണ് ഭേദഗതി ചെയ്തത്, നമുക്കറിയാം, ഒരു തവണയാണ്. ഏതാണ്? 1976-ലെ 42ാം ഭേദഗതി. 42ാം ഭേദഗതി നിയമത്തിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന ആമുഖം ഇതുവരെയായിട്ട് ഭേദഗതി ചെയ്തിട്ടുള്ളത്. എത്ര തവണ? ഒരു തവണ. അതിലെന്താണ് ചേർത്തത്? സോഷ്യലിസ്റ്റും മതേതരത്വവും ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും എന്നുകൂടി കൂട്ടിച്ചേർക്കുകയുണ്ടായി 1976-ലെ 42ാം ഭേദഗതിയിലൂടെ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചർച്ച ചെയ്തു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിയടാ, 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാര്? ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാരാണ്? ഓപ്ഷൻസ് ഉണ്ട്, വായിച്ചു നോക്കാം, ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. ഓപ്ഷൻ ഏതൊക്കെയാണ്? KP കേശവമേനോൻ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ, NV കൃഷ്ണവാര്യർ, K കേളപ്പൻ. ഇവരെല്ലാം ഐക്യകേരള പ്രസ്ഥാനമായിട്ട് ബന്ധമുള്ളവരാണ്. പക്ഷേ ഇതിന്റെ പ്രതിജ്ഞ എഴുതിയത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ആരാണ് എഴുതിയ? ഓപ്ഷൻ A ആണോ, B ആണോ, C ആണോ, D ആണോ? ഏതാണ്? ഇവിടെ NV കൃഷ്ണവാര്യർ, C ആണ് ആൻസർ. അതായത് ഐക്യകേരള പ്രസ്ഥാനത്തിന് വേണ്ടി ഐക്യകേരള പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയ വ്യക്തി ആരാണ്? NV കൃഷ്ണവാര്യർ ആണ്. NV കൃഷ്ണവാര്യർ. ഓക്കെ, എന്താണ് ഐക്യകേരള പ്രസ്ഥാനം എന്നൊക്കെ അറിയാം. എന്താണ്? മലയാളം സംസാരിക്കുന്ന ജനതയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്താണ് കേരളം എന്നൊരു സംസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഐക്യകേരള പ്രസ്ഥാനം രൂപീകരിച്ചത്. ഓക്കെ, അടുത്ത നോക്കിയടാ, 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ മൗലിക കടമകൾ എന്ന ആശയം കടംകൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഏത് രാജ്യത്തിൽ നിന്നാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്? ബ്രിട്ടൻ, റഷ്യ, അയർലൻഡ്, കാനഡ. ഏതിൽ നിന്നാണ്? പറയാൻ ശ്രമിക്കൂ. ഏതാണ് മൗലിക കടമകൾ കടം കൊണ്ടിരിക്കുന്നത്? റഷ്യയിൽ നിന്നാണ് അല്ലേ? റഷ്യയിൽ നിന്നാണ് മൗലിക കടമകൾ കടം കൊണ്ടിരിക്കുന്നത്. വേറെ എന്തൊക്കെയുണ്ട്? വേറെ എന്തൊക്കെ റഷ്യയിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുണ്ട്? ഏതൊക്കെയുണ്ട്? മൗലിക കർത്തവ്യമുണ്ട്, നീതി. ഏതൊക്കെ നീതി? സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതിയുണ്ട്. പിന്നെന്താണ്? കൂടാതെ എന്താണ്? പഞ്ചവത്സര പദ്ധതി. ഇതെല്ലാം എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്ന് കടം കൊണ്ട ആശയങ്ങളാണ്. ഏതൊക്കെയാണ്? മൗലിക കർത്തവ്യം നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ മൗലിക കടമ, നീതി, പിന്നെന്താണ്? പഞ്ചവത്സര പദ്ധതികൾ. ഇതെല്ലാം കടം കൊണ്ടിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. ഓക്കെ, അടുത്ത് നോക്കിയേ. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് അല്ലാത്തത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഏതൊക്കെയാണ്? ഓപ്ഷൻ വൃത്തിയായിട്ട് വായിക്കുക. ബാലഗംഗാധര തിലക് INC പ്രസിഡന്റ് ആയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. ഓക്കെ, അടുത്ത നോക്കിയേ. ലാലാ ലജ്പത് റായ് NC പ്രസിഡന്റ് ആയിട്ടുണ്ടോ? നോക്കിയേ. അടുത്ത ചിത്തരഞ്ജൻ ദാസ് ആയിട്ടുണ്ടോ? അടുത്ത് നോക്കിയേ. ഓപ്ഷൻ D ഗോപാലകൃഷ്ണ ഗോഖലെ. ഇതിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ പ്രസിഡന്റ് ആകാതിരുന്ന വ്യക്തി ആരാന്നാണ് ചോദിച്ചേക്കണം. ഏതാണ്? ആലോചിച്ച് നോക്കി ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കൂ. ആരാണ്? ഓപ്ഷൻ 4 ഓപ്ഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ഇതിന്റെ ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? ചിത്തരഞ്ജൻ ദാസ് ആണോ, ബാലഗംഗാധര തിലകാണോ, ലാലാ ലജ്പത് റായ് ആണോ, ഗോപാലകൃഷ്ണ ഗോഖലെയാണോ? ആരാണ്? അത് ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലക് ഇതുവരെ INC പ്രസിഡന്റ് ആയിട്ടില്ല. INC ആയിട്ട് ബാലഗംഗാധര തിലകിന് ഭയങ്കരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളി ഇതിൽ അംഗമായിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ചിത്തരഞ്ജൻ ദാസ് ഏത് സമ്മേളനത്തിലാണ്? 1922 ഗയ സമ്മേളനം. അതായത് സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട സമ്മേളനമാണ് 1922 ഗയ സമ്മേളനം. ഓക്കെ, ലാലാ ലജ്പത് റായ് ഏത് സമ്മേളനം? അത് പഠിക്കുക. 1920 സ്പെഷ്യൽ സമ്മേളനം, കൊൽക്കത്തയിൽ നടന്ന സ്പെഷ്യൽ സമ്മേളനത്തിലാണ് ലാലാ ലജ്പത് റായ് അധ്യക്ഷനായത്. ഗോപാലകൃഷ്ണ ഗോഖലെ ഏതിലാണ്? 1905 അതും ഇമ്പോർട്ടൻ്റ് കാര്യം. എന്താണ്? വാരണാസി സമ്മേളനം. കാര്യം എന്താണ്? അന്നാണ് നമ്മുടെ ബംഗാൾ വിഭജനം നടന്ന സമയത്തെ INC സമ്മേളനം എന്ന് ചോദിച്ചിട്ടുണ്ട്. 1905 വാരണാസി സമ്മേളനം അധ്യക്ഷനാര്? ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്ത് നോക്കിയേ. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. തുലാംബത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏത്? നമ്മളെ കേരള ഹിസ്റ്ററിയിൽ നിന്ന് ചോദ്യമാണ്. തുലാംബത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? ഓപ്ഷൻ ഉണ്ട്. പുന്നപ്ര വയലാർ സമരം, ഇലക്ട്രിസിറ്റി സമരം, കല്ലുമാല സമരം, കയ്യൂർ സമരം. ഏതാണ്? തുലാംബത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം അത് പുന്നപ്ര വയലാർ സമരം. ഏതാണ്? പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം നടന്ന ഏത് വർഷമാണ്? 1946 ആണ്. 1946 എങ്കിൽ ഇലക്ട്രിസിറ്റി സമരം അല്ലെങ്കിൽ വൈദ്യുതി പ്രക്ഷോഭം നടന്നത് 1936 ആണ്. ഇതൊക്കെ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് പഠിക്കുക. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. കല്ലുമാല സമരം നടന്നത് ഏതാണ്? കല്ലുമാല സമരം 1915. ആരാണ് നടത്തിയത്? നമ്മുടെ അയ്യങ്കാളിയാണല്ലേ. ഈ കല്ലുമാല സമരത്തിന് മറ്റൊരു പേര് ഉണ്ട്. എന്താണ്? പെരിനാട് ലഹള. ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് വ്യക്തമായി പഠിക്കുക. ഓക്കെ, കല്ലുമാല സമരം, കയ്യൂർ സമരം എന്നാണ് നടന്നത്? കയ്യൂർ സമരം 1941 എവിടെ നടന്ന സമരമാണ്? കാസർഗോഡ് നടന്ന സമരമാണ് കയ്യൂർ സമരം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വീട്ടിൽ പോയിരുന്ന്
എടുത്തു വെച്ച് പഠിക്കുക. ഓക്കെ, ഇതിനെക്കുറിച്ച് എല്ലാം വ്യക്തമായിട്ട് പഠിക്കുക. ഓക്കെ, ഏതാണ്ട് തുലാം 10 സമരം അറിയപ്പെടുന്ന മറ്റൊരു പേര് പുന്നപ്ര വയലാർ സമരം 1946 നടന്ന സമരമാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഒക്കെ ഉണ്ട്, അതൊക്കെ പോയിരുന്ന് കണ്ട് പഠിക്കുക, അല്ലെങ്കിൽ നോട്ട് നോക്കി പഠിക്കുക. ഓക്കെ, അടുത്ത് നോക്കിയടാ 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ പറയുന്നതിൽ 1806 നടന്നത് ഏതാണ്? 1806 നടന്നത് ഏതാണ്? എടാ ഓപ്ഷൻ ഉണ്ട് സന്യാസി കലാപം, ഓപ്ഷൻ ബി മലബാർ കലാപം, ഓപ്ഷൻ സി വെല്ലൂർ കലാപം, ഓപ്ഷൻ ഡി ശിപായി കലാപം. ഏതാണ് 1806 നടന്ന കലാപം ഏതാണ്? നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കൂ. 1804 നടന്നത്. എടാ സന്യാസി കലാപം എന്നാണ് നടന്നതെന്ന് ചിന്തിക്കുക. എന്നാണ് സന്യാസി കലാപം? 1763 മുതൽ 1800കളിൽ നടന്ന സമരമാണ് സന്യാസി കലാപം. നമ്മുടെ ആനന്ദമഠം ഒക്കെ രചിച്ചത് ആ കലാപത്തിൻ്റെ കാലത്താണ്. ഓക്കെ, അടുത്ത് നോക്കിയേ വെല്ലൂർ കലാപം. വെല്ലൂർ കലാപം എന്നാണ്? എടാ 1808 നടന്നത് കേട്ടോ. 1806 നടന്ന കലാപം അപ്പോൾ ഏതാണ്? വെല്ലൂർ കലാപം. ഇവിടെ തമിഴ്നാട്ടിൽ നടന്ന കലാപമാണ് 1806 നടന്ന വെല്ലൂർ കലാപം. അല്ലെങ്കിൽ മലബാർ കലാപം നമുക്കറിയാം 1920 മുതൽ 21-22 കാലഘട്ടത്തിൽ നടന്ന സമരമാണ് മലബാർ കലാപം. അടുത്ത ശിപായി കലാപം 1857 നടന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന കലാപമാണ് ശിപായി കലാപം, ശിപായി ലഹള. ഓക്കെ അല്ല? ഓക്കെ, 10 ക്വസ്റ്റ്യൻ പഠിച്ചു. 10 ക്വസ്റ്റ്യന് ഓപ്ഷന് അതിൻ്റെ ഫാക്റ്റും പഠിച്ചു പോവുകയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഓപ്ഷൻ വരുന്ന എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഓപ്ഷൻ എവിടുന്ന് വന്നു ആ ഓപ്ഷൻ്റെ ബാക്കി ഡീറ്റെയിൽസും വ്യക്തമായിട്ട് പഠിക്കുക. ഓക്കേടാ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. നോക്കിയേ, ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ, എന്താണ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ നോക്കിയേ. ജി ശങ്കരക്കുറുപ്പ്, ബി വാഗ്ഭടാനന്ദൻ, സി വൈകുണ്ഠസ്വാമികൾ, സി കേശവൻ. ആരാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്? ആരാണ്? എടാ അത് ജി ശങ്കരക്കുറുപ്പാണ്. ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്. ഏത് കൃതിയിലൂടെ? ഇവിടെ ഓടക്കുഴൽ എന്ന കൃതിയിലാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് ജി ശങ്കരക്കുറുപ്പ് വിശേഷിപ്പിച്ചത്. അടുത്ത ദിവസം നോക്കാം. ഇവിടെ വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ നോക്കിയേ. കുമാരനാശാൻ, വള്ളത്തോൾ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി. ആരാണ്? ഇവിടെ കുമാരനാശാനാണോ ശ്രീനാരായണ ഗുരു ആണോ? കൺഫ്യൂഷൻ ഉണ്ടാവും. ആരാണ്? ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിവേകോദയം ആരംഭിച്ചത്. പക്ഷേ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ PSC ഉത്തരം ആരാണ്? കുമാരനാശാനാണ്. കുമാരനാശാനാണ് സ്ഥാപകനും പത്രാധിപനും. ഓക്കെ അല്ലേടാ? വിവേകോദയം എന്താണ് മുന്നിൽ അറിയപ്പെടുന്നത്? എന്താണ്? ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നതാണ്. 1904 സ്ഥാപിതമായ മാസികയാണ് ഏത്? വിവേകോദയം. വിവേകോദയം മുന്നേ അറിയപ്പെട്ടിരുന്നത് ഈഴവ ഗസറ്റ്. സ്ഥാപകൻ കുമാരനാശാൻ. ഓക്കെ, അടുത്ത ദിവസം നോക്കിയേ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ നോക്കിയേ. കെ മുൻഷിയുണ്ട്, അംബേദ്കർ ഉണ്ട്, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ ഉണ്ട്. ആരാണ്? ഇന്ത്യൻ ഭരണഘടന ആമുഖത്തെ എന്തെന്ന് വിശേഷിപ്പിച്ചു? ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം. ആരാണ്? ആൻസർ ചെയ്യാൻ നോക്കിക്കോ. ആരാണ്? KM മുൻഷിയാണ് എന്ത് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ഭരണഘടനയുടെ ആമുഖത്തെ വിശേഷിപ്പിച്ചത്. ഓക്കെ അല്ലേടാ? എങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അതും ചോദിച്ചിട്ടുണ്ട്. അത് NA പൽക്കിവാലയാണ്. ആരാണ്? പൽക്കിവാലയാണ് തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, ഇനി ഒരുപാടുണ്ട്. ഓക്കെ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അടുത്ത് നോക്കിയടാ. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഏതാണ്? 102ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദം ഏതാണ്? എടാ ഓപ്ഷൻ A 338B, ബി പറയുന്നു 336, സി പറയുന്നു 302, അനുച്ഛേദം 334, ഓപ്ഷൻ ഡി. ഏതാണ് ആൻസർ? 102ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദം ഏതാണ്? എടാ അതിൻ്റെ ആൻസർ 338B ആണ്. ഓക്കെ, 338B എന്താണ്? ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനാണ് കേട്ടോ. 338B. അപ്പം 336 എന്താണ്? 336 ആർട്ടിക്കിൾ 336 എന്താണ്? എടാ ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിലുള്ള സംവരണമാണ് 336. ആംഗ്ലോ ഇന്ത്യൻ കേട്ടോ. ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിൻ്റെ സംവരണമാണ് 336 പറയുന്നത്. ഓക്കെ അല്ലടാ? ഇവിടെ അടുത്ത് പറയുന്നു 6 മുതൽ 14 വയസ്സിലുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 4A ഉണ്ട്, അനുച്ഛേദം 24 ഉണ്ട്, അനുച്ഛേദം 21A ഉണ്ട്, അനുച്ഛേദം 21 ഉണ്ട്. ഏതാണ് ആൻസർ വരുന്നത്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എങ്ങനെയുള്ള നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇവിടെ ആൻസർ വരുന്നത് നിങ്ങൾക്ക് അറിയാം, ഓപ്ഷൻ സി ആണ്. 21A. ആർട്ടിക്കിൾ 21A പ്രകാരം 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് എന്ത് നിർബന്ധിതവും സൗജന്യവുമായ എന്ത് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം. ഓക്കെ അല്ലേടാ? അനുച്ഛേദം 24 എന്താണ്? കുട്ടികളുമായി ബന്ധപ്പെട്ട മറ്റൊരു അനുച്ഛേദം ബാലവേല നിരോധന നിയമവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 24. ഓക്കെ അല്ലേടാ?
ഇവിടെ ഇതൊക്കെ പഠിച്ചു പോവുക, ഉറപ്പായിട്ടും ഇനി വരുന്ന ക്വസ്റ്റ്യൻസിന് ഉണ്ടാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യൻ. എടാ ഇത് ഒരു CA ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് എന്തായാലും ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വരില്ല, നമുക്ക് CA വേറെ സെപ്പറേറ്റ് പഠിക്കാം. ഓക്കെ, കഴിഞ്ഞു പോയ CA പഠിച്ച് സമയം കളയണ്ട. അടുത്ത് നോക്കിയേ, എടാ യൂണിയൻ ലിസ്റ്റിൽ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? അതായത് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് കേന്ദ്രത്തിന് നിയമം നിർമ്മിക്കാൻ കഴിയുന്ന വിഷയങ്ങളിൽ താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് 4 ഓപ്ഷൻ ഉണ്ട്. വാർത്താവിനിമയം ഉണ്ട്, ജനസംഖ്യാ നിയന്ത്രണം ഉണ്ട്, വിദ്യുത് ശക്തി ഉണ്ട്, ക്രമസമാധാനം ഉണ്ട്. ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയം താഴെ പറയുന്നതിൽ ഏതാണ്? 4 എണ്ണം ഉണ്ട്, നോക്കി പറയാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കണ്ടെത്താൻ ശ്രമിക്കുക. ഏതാണ്? എടാ ഏതാണ്? വാർത്താവിനിമയമാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം. ഓക്കെ, വാർത്താവിനിമയം. അപ്പോൾ ബാക്കിയുള്ള വിഷയങ്ങൾ ഏത് ലിസ്റ്റിൽ പെടുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, എടാ വിദ്യുത് ശക്തി ഏത്? എടാ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ് വിദ്യുത് ശക്തി കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നു, അല്ലെങ്കിൽ സമവർത്തി ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ അല്ലടാ? ഓക്കെ, ഒരുപാട് വിഷയങ്ങളുണ്ട്, എല്ലാം പഠിക്കുക. ഏത് പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഇതൊന്നൊരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ഏത്? നമ്മുടെ ഈ പറയുന്ന ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം. ഓക്കെ അല്ലടാ? അടുത്ത് നോക്കിയേ, എടാ ജനസംഖ്യാ നിയന്ത്രണം ഏത് ലിസ്റ്റിൽ പെടും? അതും ഏതാണ്? കൺകറന്റ് അല്ലെങ്കിൽ സമവർത്തി ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ് ജനസംഖ്യാ നിയന്ത്രണം. എടാ ക്രമസമാധാനം, പോലീസ്, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? എടാ അത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് അല്ലേ? സ്റ്റേറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ് ക്രമസമാധാനം. ഒരുപാട് ലിസ്റ്റ് ഉണ്ട്, 3 ലിസ്റ്റിലും ഉൾപ്പെടുന്ന വിഷയങ്ങൾ എന്ത് ചെയ്യുക? വ്യക്തമായിട്ട് പഠിക്കുക. അത് ഉറപ്പായിട്ടും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നോക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 18ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നോക്കിയടാ, താഴെ തന്നിട്ടുള്ള പ്രസ്താവനയിൽ 4ാം പഞ്ചവത്സര പദ്ധതി എന്താണ് സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം എന്നാണ്. ഓക്കെ, 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഓരോന്നായിട്ട് വ്യക്തമായിട്ട് വായിച്ചു നോക്കുക. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് 1969 മുതൽ 74 വരെ ആ കാലഘട്ടത്തിലാണ് 4ാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കി എന്ന് പറയുന്നു. സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണോ തെറ്റാണോ? നമുക്കറിയാം അത് ശരിയാണ്, പഠിച്ചവർക്കറിയാം അത് ശരിയാണ്, പഠിക്കാത്തവർ എന്ത് ചെയ്യുക? അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ മുഴുവനായിട്ട് പഠിക്കുക, ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അടുത്ത് നോക്കിയേ, മഹലനോബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായി. മഹലനോബിസ് മാതൃക 4ാം പഞ്ചവത്സര പദ്ധതിയാണോ? അല്ല, അത് ഏതാണ്ടാ? 2ാം പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത്. അപ്പം 2ാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ആ 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്ന എല്ലാ ഓപ്ഷൻസും തെറ്റായിരിക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഇവിടെ 2 സ്റ്റേറ്റ്മെന്റ് ഉള്ളതെല്ലാം നമുക്ക് വെട്ടിക്കളയാൻ പറ്റും. ഓപ്ഷൻ എയിൽ 2 ഉണ്ട്, അപ്പോൾ ഇത് വെട്ടാം. ഓപ്ഷൻ ബിയിലും 2 ഉണ്ട്, ഇത് വെട്ടാം. ഓപ്ഷൻ 3 ഓപ്ഷൻ ഡിയിൽ 2 ഉണ്ട്, ഇത് വെട്ടാം. ബാക്കി ഒന്നും വായിച്ചു നോക്കേണ്ട, ആൻസർ C ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. ബാക്കി സ്റ്റേറ്റ്മെന്റും കൂടെ വായിച്ചു നോക്കാം. 4ാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി, ശരിയാണ്. ഇന്ത്യയുടെ പ്രാഥമിക ബാങ്ക് ദേശസാൽക്കരണം 1969 അതും 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലടാ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 18 ക്വസ്റ്റ്യൻ പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നീതി ആയോഗുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നോക്കിയടാ, താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന, നേരത്തെ ശരിയായതായിരുന്നു, ഇപ്പൊ തെറ്റായ പ്രസ്താവനയാണ്, അത് നോട്ട് ചെയ്യുക. തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ വായിക്കാം. നീതി ആയോഗ് 2015 ജനുവരി 1 രൂപീകരിച്ചു. ശരിയാണ്, നമുക്കറിയാം, ശരിയാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണ തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ്. അടുത്ത ഓപ്ഷൻ നോക്കിയേ, എടാ നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, അതും ശരിയാണ്. അടുത്ത് നോക്കിയേ, നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ്, അത് തെറ്റാണ്. ഭരണഘടനാ സംവിധാനമാണോ? അല്ല. നീതി ആയോഗ് ഒരു പ്രമേയത്തിലൂടെ പാസ്സാക്കപ്പെട്ട ഒരു സംവിധാനമാണ് നീതി ആയോഗ്. അതുകൊണ്ട് തന്നെ അതൊരു ഭരണഘടനാ സംവിധാനമല്ല, അതൊരു ഉപദേശക സമിതിയാണ്. എന്താണ്? ഉപദേശക സമിതിയാണ്. ചോദിച്ചിട്ടുണ്ട്, ഉപദേശക സമിതിയാണ്. ഓക്കെ, എടാ അപ്പോൾ എന്ത് ചെയ്യുക? അതും പഠിക്കുക. നീതി ആയോഗ് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. നീതി ആയോഗനും അതിന്റെ ഫംഗ്ഷൻസും കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത് നോക്കിയടാ, 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 1971 നടന്ന ഇന്ത്യ പാക് യുദ്ധം ഇസ്രയേലിൽ നിന്ന് വന്ന പോർഷനാണ്. ഉറപ്പായിട്ടും യുദ്ധവും അതുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻസും ചോദിക്കും. ഓക്കെ, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയും വരുന്ന ക്വസ്റ്റ്യൻസിൽ ഉറപ്പായിട്ടും ചോദിക്കും. ആ പോർഷനും നിങ്ങൾ വ്യക്തമായിട്ട് കവർ ചെയ്യുക. ഓക്കെ, ഇന്ത്യ പാക് യുദ്ധം ഏത് പേരിൽ വിശേഷിപ്പിക്കപ്പെട്ടത്? ഓക്കെ, ഓപ്ഷൻസ് ഉണ്ട്, 4 ഓപ്ഷൻ ഉണ്ട്. ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ്, ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ, ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഇതിൽ ഏതാണ് ഇന്ത്യ പാക് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓപ്പറേഷൻ? ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ സെർച്ച് ലൈറ്റ് ആണോ? ഓപ്ഷൻ ചെങ്കിസ് ഖാൻ ആണോ? ഓപ്പറേഷൻ വിജയ് ആണോ? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആണോ? എടാ നമുക്കറിയാം, ഓപ്പറേഷൻ വിജയ് 1999 കാർഗിൽ യുദ്ധ സമയത്തെ
ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വിജയ് അല്ലേ? ഓപ്പറേഷൻ വിജയ് അതാണ്. അപ്പം നമുക്ക് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്താണ്? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നമുക്കറിയാം സുവർണ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആർമി നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, സുവർണ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ്. എങ്കിൽ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റും ഓപ്പറേഷൻ ചെങ്കിസ് ഖാനും ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1921 നടന്ന ഇന്ത്യ പാക് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്യപ്പെട്ടു. ഓക്കെ, പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, എന്താണ് ഓപ്പറേഷൻ സെർച്ച് ലൈറ്റും ഓപ്പറേഷൻ ചെങ്കിസ് ഖാനും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1971 നടന്ന ഇന്ത്യ പാക് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഓക്കെ, ഓപ്പറേഷൻ വിജയ് പറഞ്ഞു, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറും പറഞ്ഞു. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ്? പഠിച്ചവർക്കറിയാം. ഏതാണ്? ഇന്ത്യയുടെ വിഭജനമാണോ, ഇന്ത്യ പാക് യുദ്ധമാണോ, ജാലിയൻ വാലാബാഗ് സംഭവമാണോ, ഗാന്ധിജിയുടെ മരണമാണോ? ഓക്കെ, ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഗാന്ധിജിയുടെ മരണമാണ് ആൻസർ. ഓക്കെ, ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി പറഞ്ഞ, ജവഹർലാൽ നെഹ്റു പറഞ്ഞ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഓക്കെ, അടുത്ത ദിവസത്തിലോട്ട് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയേ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ക്വസ്റ്റ്യൻ? പെടാത്തത്. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏതെന്നാണ്. ഓക്കെ, ഓപ്ഷൻ നോക്കിയേ. മൈസൂർ, ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ മൈസൂർ ആണ് ആൻസർ വരുന്നത്. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏത് ഓപ്പറേഷനിലൂടെയാണ് ഇന്ത്യൻ യൂണിയൻ ലയിച്ചതെന്ന് ചോദിക്കാം. ഏതാണ്? ഓപ്പറേഷൻ പോളോ ചോദിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ പോളോ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാൻ നടത്തിയ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ പോളോ. ഓക്കെ അല്ലേ? എങ്കിൽ കാശ്മീർ എങ്ങനെയാണ് ഇന്ത്യൻ യൂണിയൻ ലയിച്ചത്? കാശ്മീർ ഇന്ത്യൻ യൂണിയൻ ലയിച്ചത് ഒരു ഉടമ്പടി പ്രകാരമാണ്. ഉടമ്പടി പ്രകാരം അന്നത്തെ രാജാവായിരുന്ന ഹരിസിംഗുമായിട്ടുള്ള ഉടമ്പടി പ്രകാരമാണ് കാശ്മീർ രൂപീകരിച്ചത്. കാശ്മീർ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചത്. ഹൈദരാബാദ് ഓപ്പറേഷൻ പോളോ ആണ്. ജുനഗഡ് എങ്ങനെയാണ്? ജുനഗഡ് ഇതും പ്രീവിയസ് ആണ്. ഇതെല്ലാം പ്രീവിയസ് ആണ്. ജുനഗഡ് എങ്ങനെയാണ് ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചത്? ഹിതപരിശോധന വഴിയാണ്. ഏതാണ്? ഹിതപരിശോധന. ഹിതപരിശോധന വഴിയാണ് ജുനഗഡ് ഇന്ത്യൻ യൂണിയനിൽ അംഗമായത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഒരു CA ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. CA നമുക്ക് വ്യക്തമായിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. CA ലൈവ് ഉണ്ട്, അതിലൊക്കെ നോക്കിയാൽ മതി. ഓക്കെ, നമുക്ക് അതിന് തന്നെ പൂർണ്ണമായിട്ടുള്ള മാർക്ക് കിട്ടും. നിങ്ങൾ നോക്കിയാൽ മതി. ഒരു ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ട് നോക്കിയാൽ മതി. പഴയ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ എന്തോരം ക്വസ്റ്റ്യൻസ് ലൈവിൽ നിന്ന് മാത്രം ചോദിച്ചൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ദിവസം നോക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം അത് CAയുടെ ഭാഗമായിരുന്നു. ഓക്കെ, അതേതാണ്? വിഴിഞ്ഞമാണ് ആൻസർ, നമുക്കറിയാം. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. താഴെ തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഉത്തരം വേണം. എന്താണ്? ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഭാഗമല്ലാത്തതാണ്. ഓപ്ഷൻ ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? ത്രിപുര, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, സിക്കിം, മധ്യപ്രദേശ്. ഇതിൽ ഏതെല്ലാമാണ് ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്തത്? ഏതാണ്? നമുക്കറിയാം ഉത്തരപർവ്വത മേഖല എവിടെയാണ്? കിഴക്ക് ഭാഗങ്ങളിലോട്ടാണ് വ്യാപിച്ചിരിക്കുന്നത്. കിഴക്ക് ഭാഗങ്ങളിലുള്ള ഏതൊക്കെയാണ്? ത്രിപുര, ഉത്തരാഖണ്ഡ്, സിക്കിം. ഇതെല്ലാം ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായിരിക്കും. അതിൻ്റെ ഭാഗമല്ലാത്തത് ഏതായിരിക്കും? അപ്പോൾ 3ഉം, അതായത് ഗുജറാത്തും മധ്യപ്രദേശും ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ല. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഗുജറാത്തും മധ്യപ്രദേശും ആണ്. അതായത് ഓപ്ഷൻ സി 3ഉം 5ഉമാണ് ശരിയായിട്ട് വരുന്ന ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ദിവസം നോക്കാം. 26ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധപ്പെടാത്തത് അല്ലെ ബന്ധമില്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത്. ആരവല്ലി പർവ്വതം എവിടെ കിടക്കുന്നു, അല്ലെങ്കിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഏത് ഭാഗത്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. കൂടുതലൊന്നും വ്യക്തമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. ഇനി വരുന്ന എക്സാമിന് അങ്ങനെ ചെയ്യണമെന്നല്ല. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ആരവല്ലി പർവ്വത താഴ്ത്തുന്ന പ്രസ്താവന ആരവല്ലി പർവ്വതവുമായി ബന്ധപ്പെടാത്തത് ഏതാണ്? ബന്ധമില്ലാത്തത് ഏതാണ്? ഇത് ഇന്ത്യയുടെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ്. ആണോ? ആണ്. അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് ഇവിടെ അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്ത് നോക്കിയേ. ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. അതും
തെറ്റ് അല്ലെങ്കിൽ അറിഞ്ഞൂടെങ്കിൽ അത് വിടാം. അടുത്ത് നോക്കിയേ, ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരുശിഖർ. ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരകളിലാണ്. ഇതിൻ്റെ ആൻസർ എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ പറയാൻ പറ്റും? എടാ ഇതിൻ്റെ ആൻസർ ഡി ആണ് വരുന്നത്, ഡി. കാര്യം നമുക്കറിയാം, എടാ ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി പർവ്വതനിരകളിലല്ല എന്നറിയാം. എവിടെയാണ്? എടാ അത് സിവാലിക് പർവ്വതനിരകളിലാണ്. സിവാലിക് പർവ്വതനിരകളിലാണ് ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത്. അതൊരിക്കലും എന്തില്ല, ആരവല്ലി പർവ്വതനിരയായിട്ട് യാതൊരു ബന്ധവും കാണില്ല. അപ്പോൾ ഇതിലെ ഏറ്റവും തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആയിട്ട് വരുന്ന ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരവല്ലി ആണെന്നുള്ളതാണ്. അത് തെറ്റാണ്. ഏതിലാണ്? സിവാലിക് നിരകളിലാണ് ഡൂൺ താഴ്വരകൾ കാണപ്പെടുന്നത്. ഓക്കെ എടാ, അടുത്ത ദിവസം നോക്കാം. 27ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉൾപ്പെടാത്ത തീരസമതലം ഏതാണ്? ഓക്കെ, പടിഞ്ഞാറൻ തീരം, അതായത് അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന സമതലം, അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന തീരപ്രദേശങ്ങൾ അല്ലെങ്കിൽ തീരസമതലം ഏതെന്നാണ്? പടിഞ്ഞാറൻ തീരം. ഓക്കെ നോക്കിയേ, വടക്കൻ സിർക്കാസ്, ഓപ്ഷൻ സി കൊങ്കൺ തീരം, ഓപ്ഷൻ ബി മലബാർ തീരം, ഗുജറാത്ത് തീരം. ഇത് ഏതാണ്? ഏത് പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇവിടെ വടക്കൻ സിർക്കാസ് ആണ്. കാര്യം എന്താണ്? വടക്കൻ സിർക്കാസ് നമ്മുടെ ആന്ധ്രാപ്രദേശ്, അതായത് കിഴക്കൻ തീരങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന തീരമാണ് വടക്കൻ സിർക്കാസ് തീരം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ നമുക്ക് പറയാൻ പറ്റും, വടക്കൻ സിർക്കാസ് തീരമാണ് എന്ത്? പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉൾപ്പെടാത്ത തീരസമതലം. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം. അടുത്ത ദിവസം 28ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. വ്യക്തമായിട്ട് വായിച്ചു നോക്കുക. ഏതാണ്? ഇവിടെ ട്രാൻസ് ഹിമാലയ ഖാസി കുന്നുകൾ, ഈ ജോഡി ശരിയാണോ? ഓപ്ഷൻ ബി പറയുന്നു ഉപദ്വീപീയ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇതും ശരിയാണോ? അടുത്ത് നോക്കിയേ, ഹിമാലയ പൂർവ്വഘട്ടം ശരിയാണോ? കിഴക്കൻ മലനിരകൾ ലഡാക്ക് ശരിയാണോ? ഇവിടെ ഒരു സ്ട്രക്ചർ അറിയാവുന്ന ഒരു വ്യക്തിക്ക് ഇത് ചെയ്യാൻ പറ്റും. നോക്കിയേ, ഇവിടെ ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? ഇവിടെ ബി ഉപദ്വീപീയ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ എന്നുള്ളതാണ്. ഇവിടെ ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? ഇവിടെ കാരക്കോറം, ലഡാക്ക്, സസ്കർ ആണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കാരക്കോറം, ലഡാക്ക്, സസ്കർ, ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നതാണ്. ഇവിടെ കിഴക്കൻ മലനിരകളിൽ ഏതൊക്കെ വരും? പട്കായി ബൂം, ഖാസി ഗാരോ കുന്നുകളൊക്കെ ഏതിൽ വരുന്നതാണ്? ഇവിടെ ഹിമാലയത്തിൽ ഒരിക്കലും പൂർവ്വഘട്ടം ഉണ്ടാവില്ല. ഹിമാലയം എവിടെ കിടക്കുന്നു? പൂർവ്വഘട്ടം കിഴക്കൻ പ്രദേശങ്ങളിൽ കിടക്കുന്നതാണ്. അപ്പം നമുക്ക് എഴുതാൻ പറ്റും ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് വരുന്ന ജോഡി. ഓക്കെ അല്ലേ? അടുത്ത ദിവസം നോക്കിയേ, 29ാമത്തെ ക്വസ്റ്റ്യൻ, 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമം കണ്ടെത്തുക. ഓരോ ഓപ്ഷനായിട്ട് നോക്കാം. നോക്കിയേ, കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ നോക്കാം, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. വലുതിൽ നിന്ന് ചെറുതിലോട്ടാണ് വലിപ്പക്രമത്തിൽ. ഓക്കെ എടാ, ഇതിൻ്റെ ആൻസർ വരുന്നത് എ തന്നെയാണ്. ഏത്? രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. ഇതാണ് വലിപ്പക്രമം. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഐഡിയ ഇപ്പം തന്നെ മനസ്സിലാക്കണമല്ലോ എങ്ങനെ പഠിക്കണം എന്നുള്ളത്. ഓക്കെ, അടുത്ത് നോക്കിയടാ, 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയ അന്റോണിയോ ഗുട്രസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടിയ വ്യക്തിയാണ്. ആരാണ് ഇദ്ദേഹം? അന്നൊരു CA ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു, പക്ഷേ ഇന്ന് നമുക്കത് GK ഫാക്റ്റ് ആയിട്ടും പഠിക്കണം. ഓക്കെ, ഇവിടെ അന്റോണിയോ ഗുട്രസ് ആരാണ്? എടാ അത് UN സെക്രട്ടറി ജനറൽ ആണ്. യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറി ജനറൽ ആണ് അദ്ദേഹം. കൂടാതെ എന്താണ്, നമ്മുടെ പോർച്ചുഗലിന്റെ 2017 മുതൽ പുള്ളി ആരാണ്? UN സെക്രട്ടറി ജനറൽ ആണ്. അതായത് മുൻ പോർച്ചുഗലിന്റെ പ്രധാനമന്ത്രി കൂടിയായിരുന്ന വ്യക്തിയാണ് അന്റോണിയോ ഗുട്രസ്. ഓക്കെ അല്ലേ? അത് നമ്മൾ UN അനുബന്ധ ഏജൻസികളിൽ പഠിക്കുന്ന ഫാക്റ്റ് ആണ്. ഓക്കെ, അടുത്ത് നോക്കിയാൽ പുതുതായി അധികാരമേറ്റ സംസ്ഥാന ഗവൺമെന്റ്, ഇതും എന്താണ്? ഒരു CA ക്വസ്റ്റ്യൻ ആണ്. നമുക്കത് പഠിക്കേണ്ട കാര്യമില്ല, സമയം കളയണ്ട. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരു CA ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. അടുത്ത് നോക്കിയേ, 2024 ഇതും എന്താണ്? ഒരു ഒരു CA ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് വേണ്ട. അടുത്ത് നോക്കിയേ, 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇവിടെ ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക. ഏതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്? 34ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതൊക്കെയാണ്? ഇവിടെ ചുവടെ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? കണ്ണൂർ, കാസർഗോഡ്, തൃശ്ശൂർ, പാലക്കാട്. ഇവിടെ തൃശ്ശൂർ നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാൻ പറ്റും. 3 നമുക്ക് ഒഴിവാക്കാൻ പറ്റും. തൃശ്ശൂർ നമുക്കറിയാം കേരളത്തിൻ്റെ ഏകദേശം സെൻട്രായിട്ട് വരുന്ന ഭാഗമാണ്. അത് ഒരിക്കലും എന്ത് ചെയ്യില്ല, മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടില്ല. അപ്പോൾ തൃശ്ശൂർ വരുന്ന 3 ഒഴിവാക്കി, ഇവിടുത്തെ 3 ഒഴിവാക്കി. അപ്പോൾ ബിയും സിയും കട്ടായി. പിന്നെ വരുന്നത് 1ഉം 2ഉമാണ്. അല്ല സോറി, എയും ഡിയും ആണ്. ഇതിൻ്റെ ആൻസർ ഏതാണ്ടാ? കണ്ണൂരും കാസർഗോഡുമാണോ?
ഇവിടെ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ കണ്ണൂരും കാസർഗോഡും ആണ്. ഓക്കെ അല്ലേ? ഇവിടെ പാലക്കാട് നമ്മുടെ തമിഴ്നാടുമായി മാത്രമാണ് അതിർത്തി പങ്കിടുന്നത്. ഓക്കെ. ഇവിടെ കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? മൊത്തം താലൂക്കുകളുടെ എണ്ണം നിലവിൽ 78 പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഇപ്പോഴത്തെ സെൻസസ് പ്രകാരം 77 കേട്ടോ. 77 എങ്കിൽ മൊത്തം എത്ര ഗ്രാമപഞ്ചായത്തുണ്ട് നിലവിൽ? നമുക്ക് 941 ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്. അതും പഠിക്കുക. എത്ര ബ്ലോക്ക് പഞ്ചായത്തുണ്ട്? 152 ബ്ലോക്ക് പഞ്ചായത്താണ് നിലവിൽ കേരളത്തിലുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്ത് നോക്കിയാൽ അടുത്ത ദിവസം നോക്കിയോ, താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടുപിടിക്കുക. കൂട്ടത്തിൽ ചേരാത്തത് നോക്കിയേ. ഓപ്ഷൻ നോക്കിയേ. ശാസ്താംകോട്ട കായൽ, പൂക്കോട് തടാകം, വെള്ളായണ തടാകം, അഷ്ടമുടി കായൽ. വെള്ളവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നത് അല്ലെങ്കിൽ കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്ടാ? ശാസ്താംകോട്ട കായലുണ്ട്, പൂക്കോട് തടാകമുണ്ട്, അഷ്ടമുടി കായലുണ്ട്, വെള്ളായണ തടാകമുണ്ട്. ആൻസർ ചെയ്യാൻ നോക്കുക. ഏതാണ്ടാ? ഇവിടെ അഷ്ടമുടി കായലാണ്. കാര്യം എന്താണ്? ഇവിടെ ബാക്കിയുള്ള ശാസ്താംകോട്ട കായലായാലും പൂക്കോട് തടാകമായാലും വെള്ളായണി കടൽ ഇതെല്ലാം എന്താണ്? ഇവിടെ ശുദ്ധജല തടാകമാണ് ഇത് മൂന്നും. ഇതെന്താണ്? ഉപ്പ് വെള്ളമാണ് അല്ലേ കായൽ, അഷ്ടമുടി കായൽ. അപ്പോൾ അതുകൊണ്ട് കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ സി അഷ്ടമുടി കായലാണ്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിയേ 37ാമത്തെ ക്വസ്റ്റ്യൻ. പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. എന്താണ് ബന്ധമില്ലാത്തത്? ഓക്കെ, ഓരോന്നായിട്ട് നോക്കാം. എടാ, ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ശരിയാണോ? നമുക്കറിയാം അത് ശരിയാണ്. ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. ശരിയാണോ? നോക്കാം. എറണാകുളം ജില്ലയിൽ വെച്ചാണ് നദി അറബിക്കടലുമായിട്ട് ചേരുന്നത്. ശരിയാണോ? നോക്കാം. ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയാണോടാ? ഇത് തെറ്റാണ്. ശരിയാണ്. ഇതിൽ ഏതായിരുന്നു ശരി വരുന്നത്? ബന്ധമില്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് ബന്ധമില്ലാത്തത്. ഇതെല്ലാം എന്താണ്? ബന്ധമുള്ള കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഇതെന്താണ്? ഇങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഉണ്ടാവരുത്. എന്താണ് ബന്ധമില്ലാത്ത പ്രസ്താവന എന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഓക്കെ, ഇതിൽ ബന്ധമില്ലാത്തത് ബി ആണ്. 37. ഓക്കെ, അടുത്ത് നോക്കിയേ 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി ഏതാണ്? ഇവിടെ നോക്കിയേ. പള്ളിവാസൽ ഇടുക്കി, ഷോളയാർ പാലക്കാട്, കുറ്റിയാടി കോഴിക്കോട്, കല്ലട കൊല്ലം. ഇതിലേതാണ്ടാ ചേരാത്തത്? ഏതാണ് ജോഡി ചേരാത്തതാണ്? പള്ളിവാസൽ ഇടുക്കിയിലാണ്, കുറ്റിയാടി കോഴിക്കോടാണ്. ശരിയാണ്. കല്ലട കൊല്ലത്താണ്. എടാ, ഷോളയാർ എവിടെയാണ്? പാലക്കാടാണോ? എടാ, ഷോളയാർ എവിടെയാണ്? തൃശ്ശൂരല്ലേ? തൃശ്ശൂരാണ് ഷോളയാർ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ ഏതാണ്? ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ബന്ധമില്ലാത്തതല്ലേ, അല്ലെ ചേരാത്ത ജോഡിയല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഷോളയാർ തൃശ്ശൂർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ദിവസം നോക്കിയേ. ചൂടെ തന്നിരിക്കുന്നതിൽ വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഇടുക്കി ജില്ലയിൽ ഇല്ലാത്ത വന്യജീവി സങ്കേതങ്ങളിൽ ചൂടെ പറയുന്നതിൽ ഏതാണ്? നോക്കിയേ. കുറിഞ്ഞിമല, ചിന്നാറ്, പെരിയാർ, ആറളം. ഇതിലേതാണ്ടാ ഇടുക്കി ജില്ലയിൽ അല്ലാത്തത്? നമുക്കറിയാം ആറളമാണ്. ആറളം എവിടെയാണ്? കണ്ണൂരാണ് ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. 39 ക്വസ്റ്റ്യൻ ചർച്ച ചെയ്തു. അതിൽ കുറച്ച് CA ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അടുത്തിലോട്ട് പോവാം. 40ാമത്തെ ക്വസ്റ്റ്യൻ. വരയാടുകളെ പ്രധാനമായും കാണപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? വരയാടുകൾ കാണപ്പെടുന്ന ഏതിലാണ്? നമുക്കറിയാം ഇരവികുളം നാഷണൽ പാർക്കിലാണ് വരയാടുകൾ കാണപ്പെടുന്നത് നമുക്കറിയാം. ഓക്കെ, അടുത്ത ദിവസം നോക്കിയേ. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. യോജിക്കുന്നവ കണ്ടെത്തുക. നോക്കിയേ, ഇവിടെയും തന്നിരിക്കുന്നു. ഒരു ജോഡിയുണ്ട്. ശരിയായതാണ് കണ്ടുപിടിക്കാനുള്ളത്. യോജിക്കുന്നവ ഏതാണ്? ഇവിടെ ബേപ്പൂർ കോഴിക്കോടാണോ? ആണോടാ? ഇവിടെ ബേപ്പൂർ കോഴിക്കോടാണ്. മുനമ്പം കോഴിക്കോടാണോ? മുനമ്പം എറണാകുളത്താണോ? എറണാകുളത്താണ്. ഇവിടെ ശക്തികുളങ്ങര ആലപ്പുഴ ആണോ? ഇവിടെ ശക്തികുളങ്ങര കൊല്ലത്താണ്. കൊല്ലം. തോപ്പുംപടി തൃശ്ശൂരാണോ? അല്ല, തോപ്പുംപടി എറണാകുളത്താണ്. എറണാകുളം. അഴീക്കൽ കൊല്ലത്താണോ? അത് കണ്ണൂരല്ലേ? കണ്ണൂരാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ പറയാൻ പറ്റും. 1, 2 വരുന്നതായിരിക്കും ആൻസർ അല്ലേ? 1, 2, 5. അവിടെ ഓപ്ഷനായിട്ട് വരുന്നത്, ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 3. എടാ, ശക്തികുളങ്ങര എവിടെ തന്നെയാണ്? ആലപ്പുഴ തന്നെയാണ്. എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. ഓക്കെ, ശക്തികുളങ്ങര ആലപ്പുഴയിലാണ്. ഓക്കെ, അടുത്ത ദിവസം നോക്കിയേ. ഇത്തവണ അർജുന നമുക്ക് എന്ത് ചെയ്യണ്ട നോക്കണ്ട. അർജുന അവാർഡ് നേടിയ മലയാളി താരം ഏത് കായികമാണ്? ഹോക്കിയാണ് നമുക്കറിയാം.
നമുക്ക് ഇനി വരുന്ന എക്സാമിനുകളിൽ പഠിക്കാനുള്ളത് നമുക്ക് വേറെ പഠിക്കാം. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തിരഞ്ഞെടുപ്പുകൾ താഴെ പറയുന്നു. തിരഞ്ഞെടുപ്പുകളാണ്. അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഇവിടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ ഏതൊക്കെ നോക്കിയേ? ഓപ്ഷൻ നോക്കിയേ, ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്, ഓപ്ഷൻ ബി ലോക്സഭാ തിരഞ്ഞെടുപ്പ്, ഓപ്ഷൻ സി നിയമസഭാ തിരഞ്ഞെടുപ്പ്, ഓപ്ഷൻ ഡി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. ഇതിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഏതിലാണ്? എടാ, ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പ് ആരാണ്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. എന്നാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്ന ആരാണ്? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ്. നമുക്കറിയാം, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ദിവസം നോക്കിയേ, ഇവിടെ നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുത്തുന്ന പദ്ധതി ഏതാണ്? താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ നോക്കിയേ, അന്ത്യോദയ അന്ന യോജന, അന്നപൂർണ, സ്വർണ്ണ റോസ്ഗാർ യോജന, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. എന്താണ് നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് ഉപയോഗപ്പെടുന്ന പദ്ധതി ഏതാണ്? ഇതിൽ എടാ, അന്ത്യോദയ അന്ന യോജനയാണോ, അന്നപൂർണയാണോ, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയാണോ, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണോ? ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതായിട്ട് വരും? ഇവിടെ ഇതിൻ്റെ ആൻസർ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന പദ്ധതി. ഇതിലേതാണ്? സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. എങ്കിൽ നമുക്ക് പറയാൻ പറ്റും അന്ത്യോദയ അന്ന യോജന. എന്താണ് അന്ത്യോദയ അന്ന യോജന? എന്താടാ, അത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് അരി, ഗോതമ്പ് തുടങ്ങിയ ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന. അതായത് അരി എത്ര രൂപയ്ക്ക്? അരി 3 രൂപയ്ക്കും ഗോതമ്പ് 2 രൂപയ്ക്കും കൊടുക്കുന്ന പദ്ധതിയാണ്. ആർക്കാണ്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കാണ് അന്ത്യോദയ അന്ന യോജന. അരി 3 രൂപയ്ക്കും ഗോതമ്പ് 2 രൂപയ്ക്കും നൽകുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന. അന്നപൂർണ്ണ എന്താണ്? അന്നപൂർണ്ണ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് എന്ത് കൊടുക്കുന്നു? 10 കിലോ ഭക്ഷ്യധാന്യം കൊടുക്കുന്നു. 10 കിലോ ഭക്ഷ്യധാന്യം കൊടുക്കുന്ന പദ്ധതിയാണ് അന്നപൂർണ്ണ. അന്നപൂർണ്ണ പദ്ധതി അപ്പോൾ എന്താണ്? 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള പൗരന്മാർക്ക് എന്ത് കൊടുക്കുന്നു? 10 കിലോ ഭക്ഷ്യധാന്യം കൊടുക്കുന്ന പദ്ധതിയാണ് അന്നപൂർണ്ണ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നമുക്കറിയാം. എന്താണ്? 100 ദിവസത്തെ കർമ്മ പരിപാടിയാണ്. 100 ദിവസം ചെയ്യുന്നു തൊഴിൽ ദിനങ്ങൾ പ്രദാനം ചെയ്യുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഓക്കെ അല്ലേടാ? അടുത്ത നോക്കിയേ, ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ഉണ്ട്, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, വൈകുണ്ഠസ്വാമി, അയ്യങ്കാളി. ഇതിൽ ആരാണ്ടാ? എടാ പഠിച്ചോ, വൈകുണ്ഠസ്വാമിയാണ് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചത്. വൈകുണ്ഠസ്വാമിയാണ് വെണ്ണീജ ഭരണം എന്ന് ബ്രിട്ടീഷ് ഭരണത്തെ വിശേഷിപ്പിച്ചത്. ഓക്കെ അല്ലേ? അടുത്ത ദിവസം നോക്കിയേ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യം. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീലുണ്ട്, ചൈന ഉണ്ട്, അമേരിക്കയുണ്ട്, ഇന്ത്യയുണ്ട്. ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? അത് അമേരിക്കയാണ്. അമേരിക്കയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. അടുത്ത് നോക്കിയും, ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? എന്തിനാണ്? ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കുന്നത് എന്തിനാണ് നമ്മൾ? ഓപ്ഷൻ നോക്കിയേ, ആഹാരത്തിൻ്റെ രുചി അറിയാൻ ആണോ? പല്ലിന് വ്യായാമം ലഭിക്കാൻ ആണോ? ദഹനം സുഗമമാക്കാൻ ആണോ? ആഹാരത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് കലരാൻ. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ദഹനം സുഗമമാക്കാൻ അല്ലേടാ നമ്മൾ ആഹാരം ചവച്ചരച്ച് കഴിക്കുന്നത് അല്ലേ? ഓക്കെ, അതിൻ്റെ ആൻസർ ദഹനം സുഗമമാക്കാനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അടുത്ത് നോക്കിയാൽ 48ാമത്തെ ക്വസ്റ്റ്യൻ, ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന നമുക്കറിയാം ഏതാണ്? മാലിക് ആസിഡ് ആണ്. ഏതാണ്? മാലിക് ആസിഡ് ആണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്, മാലിക് ആസിഡ്. ഓക്കെ, ലാക്റ്റിക് ആസിഡ് ഏതിലാണ്? പാലിലും തൈരിലും ഒക്കെ ഉള്ളതാണ് എന്ത്? ലാക്റ്റിക് ആസിഡ്. സിട്രിക് ആസിഡ് ആണ് പുളി രുചിയുള്ള പദാർത്ഥങ്ങളാണ് സിട്രിക് ആസിഡ്. അപ്പോൾ വിനാഗിരി, അച്ചാർ അതിലൊക്കെ കാണപ്പെടുന്നതാണ് സിട്രിക് ആസിഡ്. ഓക്കെ, സിട്രിക് ആസിഡ് ഏതിലാണ്? നാരങ്ങയിൽ കാണപ്പെടുന്ന ആസിഡാണ് സിട്രിക് ആസിഡ്. അസറ്റിക് ആസിഡ് ആണ് ഇത് നമ്മുടെ വിനാഗിരിയിലൊക്കെ കാണപ്പെടുന്നത്. ഉറുമ്പിലുണ്ടാകുന്ന ആസിഡ് ഏതാണ്? ഫോമിക് ആസിഡ്. ഏതാണ്? ഫോമിക് ആസിഡ്. ഓക്കെ, അടുത്ത് നോക്കിയടാ, ഇന്ത്യയുടെ സൗരദൗത്യത്തിൻ്റെ പേര്. ഇന്ത്യയുടെ സൗരദൗത്യം നമുക്കറിയാം ആദിത്യ L1 ആണ്. CA ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അടുത്ത ദിവസം നോക്കിയേ, ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം ഏതാണ്? അത് CA ആണ്. നമുക്കത് വേണ്ട. ഓക്കെ, അതും അടുത്ത് പറയുന്നതും CA ആണ്. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് വേറെ പഠിക്കാം. ഓക്കെ,
2024 സമ്മർ ഒളിമ്പിക്സ് എവിടെയാണ്? പാരീസിലാണ്. 2020 അടുത്ത് നടക്കാൻ പോകുന്ന ലോസ് ഏഞ്ചൽസിലാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? CA ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അടുത്ത് നോക്കിയടാ. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? നിശാന്തത, സ്കർവി ജനിതക രോഗങ്ങളാണോ? തൊഴിൽജന്യ രോഗങ്ങളാണോ? അപര്യാപ്ത രോഗമാണോ? ഇവ ഏതുമല്ല. ഇത് ഏതാണ്? നിശാന്തതയും സ്കർവിയൊക്കെ ഉണ്ടാകുന്നത് ജീവകം എയുടെ അഭാവം മൂലം അല്ലേ, അല്ല അപര്യാപ്തത കൊണ്ടല്ലേ. അപ്പോൾ എന്താണിതൊരു അപര്യാപ്തത രോഗമാണ്. അപ്പം ജനിതക രോഗമല്ല, തൊഴിൽജന്യ രോഗവും അല്ല. ഓക്കെ, നമുക്കറിയാം അപര്യാപ്തത രോഗമാണ് നിശാന്തത, സ്കർവി തുടങ്ങിയവ. ഓക്കെ, എന്താണ് ഈ ജനിതക രോഗം? ജനിതകപരമായിട്ടുണ്ടാകുന്ന രോഗങ്ങളാണ് ജനിതക രോഗം എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്താ പറയാം, എയ്ഡ്സ്, BP, ഷുഗർ, ഇതെല്ലാം എന്താണ് ജനിതകപരമായിട്ടുണ്ടാകുന്ന രോഗങ്ങളാണ്. ഓക്കെ, അടുത്ത് നോക്കിയേ. തൊഴിൽജന്യ രോഗങ്ങൾ ഏതൊക്കെയാണ്? സിലിക്കോസിസ്, ആസ്ബറ്റോസിസ് ഒക്കെ ഏതൊക്കെയാണ്? തൊഴിൽജന്യ രോഗമാണ്. ഓക്കെ, ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ്? ക്യാൻസറും ഹൃദ്രോഗവും പ്രമേഹവും ഒക്കെ എന്താണ്? ജീവിതശൈലി രോഗമാണ്. ഓക്കെ, അടുത്ത് നോക്കിയേ. ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? പ്ലാസ്റ്റിക്കിൻ്റെ ദുരുപയോഗം. ഓക്കെ, അതിൻ്റെ ശരിയല്ലാത്ത പ്രസ്താവന എന്നാണ്. ദീർഘകാലം മണ്ണിൽ നശിക്കാതെ കിടക്കുന്നു. ശരിയാണോ? മണ്ണിലേക്ക് ജലം ഇറങ്ങുന്നത് തടയുന്നു. ശരിയാണോ? വേരുകളുടെ വളർച്ച തടസ്സപ്പെടുത്തുന്നു. ശരിയാണോ? മണ്ണിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. ഇതിൽ ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവന? മണ്ണിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നത് ശരിയല്ലാത്ത പ്രസ്താവന ആണ്. ഓക്കെ, അടുത്ത് നോക്കിയേ. 56ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിന് ആവശ്യമായ മൂലകങ്ങൾ ഏതൊക്കെയാണ് ആ മൂലകങ്ങൾ പറഞ്ഞിരിക്കുന്നത്? കാൽസ്യം, സോഡിയം, ഫോസ്ഫറസ്, അയഡിൻ. ഇതിലേതാണ് എല്ലിൻ്റെയും പല്ലിൻ്റെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിന് ആവശ്യമായ മൂലകങ്ങൾ? ഇതിൽ ഏതാണ്? കാൽസ്യം ഉണ്ട്, സോഡിയം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, അയഡിൻ ഉണ്ട്. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഏതാണ്ടാ? കാൽസ്യവും ഫോസ്ഫറസും അല്ലേ? അതായത് 1ഉം 3ഉം വരുന്നത് ഏതാണ്? ഓപ്ഷൻ A ആണല്ലേ. A ആണ്. കാൽസ്യം, ഫോസ്ഫറസ് ഉണ്ട് എന്ത്? എല്ലുകളുടെയും പല്ലുകളുടെയും ആവശ്യത്തിന്, നമ്മുടെ പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിന് ആവശ്യം ഏതാണ്? കാൽസ്യവും ഫോസ്ഫറസും ആണ്. ഓക്കെ അല്ലേ? അടുത്ത ദിവസം നോക്കി. താഴെ പറയുന്നതിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏതൊക്കെയാണ്? സഞ്ചാരിപ്രാവുണ്ട്, മലമുഴക്കി വേഴാമ്പലുണ്ട്, മലബാർ വെരുകുണ്ട്, ക്വാഗോ ഉണ്ട്. ഏതാണ്? ഇതിൻ്റെ ആൻസർ മലമുഴക്കി വേഴാമ്പലും മലബാർ വെരുകുമാണ്. അതായത് 2ഉം 3ഉം ആൻസറായിട്ട് വരുന്നത് C ആണ്. ഓക്കെ അല്ലേ? അടുത്ത ദിവസം നോക്കി. 2024 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല C ആണ്. കോഴിക്കോട് നമുക്കറിയാം C ആണ്. ഓക്കെ, അത് വേണ്ട. ഓക്കെ, അടുത്ത് നോക്കി. 2023 ഐക്യരാഷ്ട്ര സംഘടന എന്ത് വർഷമായിട്ട് ആചരിച്ചു? ഏതാണ്? അത് ചെറുധാന്യ വർഷമാണ്. ഇതും C ആണ്. പക്ഷെ നമുക്ക് 2025 പഠിക്കണം. 2025 എന്ത് വർഷമാണ്? സഹകരണ വർഷവും എന്താണ്? ഹിമാനി വർഷവും 2025 UN വർഷമായിട്ട് ആചരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? സഹകരണ വർഷം, ഹിമാനി വർഷം. ഓക്കെ, 2025. അടുത്ത ദിവസം നോക്കൂ. ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. എന്താണ്? ശരിയല്ലാത്ത ജോഡി. തെറ്റുകൾ സംഭവിക്കരുത് എക്സാം ഹോളിൽ. ഓക്കെ, ശരിയല്ലാത്ത ജോഡി. അലുമിനിയം ബോക്സൈറ്റ്. ശരിയാണോ? ഓപ്ഷൻ B പറയുന്നത് സിങ്ക് ഗലീന. ശരിയാണോ? ഇരുമ്പ് ഹേമറ്റേറ്റ്. ശരിയാണോ? കോപ്പർ കുപ്രേറ്റ്. ഇതെല്ലാം ശരിയാണോ? ഇതിൽ ഏതാണ് ശരിയല്ലാത്ത ജോഡി? എൻ്റെ ആൻസർ വരുന്നത് സിങ്ക് ഗലീന. സിങ്കിൻ്റെ അയിര് ഏതൊക്കെയാണ്? സ്പാലൈറ്റും കലാമിനും ഒക്കെയാണ് എന്ത്? സിങ്കിൻ്റെ അയിരായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇടുക. ഒരു വസ്തുവിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. അപ്പോൾ ഗതികോർജ്ജം എന്താണ്? ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ടുണ്ടാകുന്ന ഊർജ്ജമാണ്, അല്ലെങ്കിൽ ആ ഒരു ചലനത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഗതികോർജ്ജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെല്ലാം ആശ്രയിക്കുന്നു? നോക്കൂ. ഉയരമുണ്ട്, മാസുണ്ട്, പ്രവേഗമുണ്ട്, ഗുരുത്വാകർഷണ ബലമുണ്ട്. ഇതിൽ ഏതാണ് ഗതികോർജ്ജത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ ആശ്രയിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് പറയാൻ പറ്റും. ഉയരം ബാധിക്കില്ല. മാസ് ബാധിക്കുമോ? മാസ് ബാധിക്കും. പ്രവേഗം ആശ്രയിച്ചിരിക്കും. ഗുരുത്വാകർഷണം വലുതായിട്ട് ആശ്രയിക്കില്ല. അപ്പോൾ ഏതാണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഏതാണ്? 2ഉം 3ഉം ഏതാണ്ടാ? C. 61ാമത്തെ ആൻസർ C ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? അടുത്ത നോക്കി. 62ാമത്തെ ക്വസ്റ്റ്യൻ. എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മാഗി ബവേണ്ടി, ലൂയിസ് സി ബ്രൂസ്, അലക്സി ഇക്കിമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്? CA ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് GK ആയിട്ടും പഠിക്കാം. ഒരു 3 വർഷത്തെങ്കിലും പഠിച്ചു വയ്ക്കണം. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയും PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഏതായിട്ട് വരും? നമ്മുടെ കോണ്ടന്റ് ഡോട്ട്സ് ആണ്. നമുക്ക് 25 ആരാണെന്ന് പഠിക്കണം. 25 CA പഠിക്കും. 2025 ആർക്കാണ് കെമിസ്ട്രി കിട്ടിയത്? ആർക്കാണ്? സുസുമ കിറ്റാഗോ. ആരൊക്കെയാണ്? സുസുമ
കിറ്റാഗവ, സുസുമ കിറ്റാഗവ. പിന്നെ ആരൊക്കെ ഉണ്ട്? റിച്ചാർഡ് റോബിൻസൺ. പിന്നെ ആരാണ്? ഒമർ യാഗി. ഓക്കെ, എന്നിവർക്കാണ് 2025 കെമിസ്ട്രിക്ക് നോബൽ സമ്മാനം കിട്ടി. എന്തിനാണ് കിട്ടിയത്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. എന്തിനാണ്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കിനാണ് കെമിസ്ട്രിക്ക് നോബൽ കിട്ടിയത്. ഓക്കെ, മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്, ഇതിനാണ് ഇവർക്ക് 3 പേർക്കും നോബൽ സമ്മാനം ലഭിച്ചത്. ആരൊക്കെയാണ്? സുസുമ കിറ്റാഗവ, റിച്ചാർഡ് റോബിൻസൺ, ഒമർ യാഗി. ഇതൊരു PYQ ഡിസ്കഷൻ ആയതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാൻ. 63ാമത്തെ ക്വസ്റ്റ്യൻ. ശബ്ദ തരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ നോക്കിയേ. വസ്തുവിന്റെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്, നമുക്കറിയാം, ശരിയാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണല്ലേ, നമുക്കറിയാം. സാധാരണഗതിയിൽ 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ആവൃത്തിയുള്ള ശബ്ദം നമ്മൾക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ അതും ശരിയാണ്. ശബ്ദം ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് വായുവിലാണോ? അല്ല. ഏതിലാണ്? ഖരപദാർത്ഥങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ശബ്ദം വേഗത്തിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏത് വരും? ശരിയല്ലാത്തത് ഏതല്ലേ? 4 ശരിയല്ലാത്തത്. 4 വരുമ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്ത പ്രസ്താവന. അപ്പോൾ ഇതിൻ്റെ ആൻസർ സി ആണ്. ഓക്കെ അല്ലേ? 64ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചന്ദ്രയാൻ 3യുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അതും CA ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷെ എന്താണ്, നമ്മൾ പഠിച്ചേ പറ്റൂ. GK ഫാക്റ്റ് ആയിട്ടും ചോദിക്കാം. ഇനി ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിരുന്ന പ്രൊപ്പലൈറ്റ് ഏതാണ്? കട്ടിയുള്ള ക്വസ്റ്റ്യൻ ആണ്. അന്ന് ചോദിച്ചതിൽ ഏറ്റവും കട്ടിയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിഗ്രിയിലുള്ള ക്വസ്റ്റ്യൻ പോലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? ബ്യൂട്ടൈൻ ആണോ, ദ്രാവക അമോണിയാണോ, സൾഫർ ഡയോക്സൈഡ് ആണോ, ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും ആണോ? ഇത് ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഇതിൻ്റെ ആൻസർ D ആണ് കേട്ടോ. D ആണ്. അതായത് ദ്രാവക ഹൈഡ്രജൻ, ദ്രാവക ഓക്സിജനുമാണ് ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരുന്ന പ്രൊപ്പലൈറ്റ്. ഓക്കെ അല്ലേ? അടുത്ത ദിവസം നോക്കാം. X എന്ന മൂലകത്തിലെ ഇലക്ട്രോൺ വിന്യാസം 281 ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്ര? നോക്കി, ഓപ്ഷൻ ഉണ്ട്. A 3 പറയുന്നു, B 2 പറയുന്നു, ഓപ്ഷൻ C 8 പറയുന്നു, D പറയുന്നു. ഏതാണ്? 281 അല്ലേ? ഓക്കെ, നമുക്ക് പറയാൻ പറ്റും എത്ര ഷെല്ലുണ്ട്? ആകെ ഷെല്ലുടെ 2 ആദ്യത്തെ ഷെല്ലിൽ 2 നിറയും, അടുത്ത ഷെല്ലിൽ 8 നിറയും, അടുത്ത ഷെല്ലിൽ 1 നിറഞ്ഞ് കഴിയും. ഓക്കെ, അപ്പോൾ എന്താണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? 3 ആണ് അല്ലേ? അടുത്ത് നോക്കിയേ. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായവ തിരഞ്ഞെടുക്കുക. അതാണ് ശരിയായത്. ഓക്കെ, നോക്കിയേ. ഹൈഡ്രജൻ എന്ന വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഒന്ന് വരുന്നത് ഇതുമാണ്. ഇത് രണ്ടും ഇത് വെട്ടിക്കളയാം. അടുത്ത് പറയുന്നത് ഹൈഡ്രജൻ ഒരു ലോഹമാണ്. ഹൈഡ്രജൻ ഒരു ലോഹമാണോ? അല്ല, നമുക്കറിയാം ഹൈഡ്രജൻ ഒരു വാതകമാണ്. അപ്പം 2 ഇല്ലാത്തത് വെട്ടിക്കളയാം. 2 ഇല്ലാത്ത ഏതുണ്ട്? ശരിയായവയല്ലേ? ഓക്കെ, അടുത്ത് നോക്കിയേ. അപ്പോൾ അടുത്ത് നോക്കിയേ. ഹൈഡ്രജൻ്റെ ഒരു ഐസോട്ടോപ്പാണ് റേഡിയം. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ആണോ? അല്ലേ? ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡിറ്റീരിയം, ട്രിഷ്യം ഒക്കെയാണ് ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ്. റേഡിയം അല്ല. അപ്പോൾ 2ഉം 3ഉം ശരിയല്ല. അപ്പോൾ എൻ്റെ ആൻസർ അടുത്ത് വരും എന്ത്? സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജനാണ്. ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1ഉം 4ഉമാണ്. 1ഉം 4ഉം ആയിട്ടുള്ള C ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ചില ക്വസ്റ്റ്യൻസ് അതേപടി ആവർത്തിക്കാം, ചിലത് എന്ത് ചെയ്യാം, ചില മാറ്റങ്ങൾ വരുത്തിയൊക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയേ. ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമാകുന്ന രോഗമാണ് ഏതാണ്? ഡയേറിയയ്ക്ക് കാരണമാകുന്ന രോഗമാണ് ഇതിൽ ഏതാണ്? അത് ബാക്ടീരിയയാണ്. ഡയേറിയയ്ക്ക് കാരണമാകുന്ന രോഗമാണ്. കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏതൊക്കെ? അതായത് കൊതുക് നശീകരിക്കുമ്പോൾ ഇല്ലാതാകുന്ന രോഗം, അതായത് കൊതുക് പരത്തുന്ന രോഗം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്ടാ? മഞ്ഞപ്പിത്തമുണ്ട്, മന്തുണ്ട്, മീസിൽസ് ഉണ്ട്, മലമ്പനി ഉണ്ട്. ഇത് നമുക്കറിയാം മന്തും മലമ്പനിയാണ് കൊതുക് വഴി പടരുന്ന രോഗം അല്ലേ? ഈഡീസ് ഈജിപ്റ്റി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏത് വരും? 2ഉം 4ഉം വരുന്ന ഏതാണ്? ഓപ്ഷൻ D 68 D ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയേ. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. അടുത്ത പ്രസ്താവന ചോദ്യം, നാരുകളെ സംബന്ധിച്ച് ശരിയായവ കണ്ടെത്തുക. നോക്കിയേ. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നു, ശരിയാണ്. എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരുതരം ധാന്യമാണിത്, ശരിയാണോ? ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്നു, ശരിയാണോ? നോക്കി,
ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശരിയാണോ? ഇവ ഊർജ്ജ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു. ഇതിൽ ഏതാണ്ടാ ശരി? ഏതാണ്? എടാ ഇവിടെ നോക്കിയേ, ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്നത് നാരുകളാണോ? അത് പ്രോട്ടീനാണെന്ന് നമുക്കറിയാം. പ്രോട്ടീനാണെന്ത് ശരീര നിർമ്മിതിക്കും ശരീര വളർച്ചയ്ക്കും കാരണമാകുന്നത്. ഊർജ്ജ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നത് നാരുകളാണോ? അത് ഗ്ലൂക്കോസ് അല്ലേ? അപ്പോൾ എന്തെന്ന് പറയാം, നമുക്ക് 1ഉം 3ഉം ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ? അപ്പോൾ 1ഉം 3ഉം ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പം നാരുകളെ പറ്റിയും പഠിക്കണം. ഇതൊക്കെ ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് ഡാഷ്. ഏതാണ്? തെർമോമീറ്റർ, ബാരോമീറ്റർ, സ്റ്റെതസ്കോപ്പ്, ലാക്ടോമീറ്റർ. ഏതാണ്ടാ? ഇവിടെ സ്റ്റെതസ്കോപ്പ് ആണ്. നമുക്കറിയാം സ്റ്റെതസ്കോപ്പ് ആണ് ഹൃദയമിടിപ്പ് അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചാരാണ്? റെനെ ലെനക്ക്. പ്രീവിയസ് ക്വസ്റ്റ്യൻ. റെനെ ലെനക്ക് ആണ് എന്ത് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്. ഓക്കെ. തെർമോമീറ്റർ എന്താണ്? നമ്മുടെ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നു. ബാരോമീറ്ററും അത് തന്നെയാണ്. ലാക്ടോമീറ്റർ പാലിൻ്റെ ഗുണമേന്മ അളക്കാൻ ഉപയോഗിക്കുന്നു. ഓക്കെ. അടുത്ത നോക്കിയാൽ വാക്സിനുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലാത്തത്. പ്രസ്താവന ശരിയല്ലാത്തത് ഏത്? വാക്സിനുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓക്കെ, ഓരോന്നായിട്ട് വായിക്കാം. വാക്സിനുകൾ എല്ലാം കുത്തിവയ്പ്പിലൂടെയാണ് നൽകുന്നത്. കുട്ടികളിൽ എങ്ങനെയാണ് വാക്സിൻ നൽകുന്നത്? വായിൽ കൂടെ ഇറ്റിച്ചു കൊടുക്കുന്ന ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ പറയാൻ പറ്റും, ഒന്ന് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഏതാണ്? ശരിയല്ലാത്തത് ഏതെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും, ഓപ്ഷൻ എ ആണ്. എന്നാലും നമ്മൾ ബാക്കി വായിക്കണം. നമുക്കറിയേണ്ടത് ആൻസർ മാത്രമല്ല, ബാക്കി ഫാക്റ്റ് നമ്മൾ അറിയണം. ഇനി വരാൻ പോകുന്ന എക്സാമാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ. ഇവിടെ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്യമായ കഴിവ് നേടിക്കൊടുക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ. നമുക്കറിയാം, അതിനുവേണ്ടിയാണ് നമ്മൾ വാക്സിൻ എടുക്കുന്നതല്ലേ. ഡോക്ടർ എഡ്വേർഡ് ജെന്നർ ആണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത്. അത് നമുക്കറിയാം, അതും പഠിക്കണം. ഓക്കെ. ഇവിടെ ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നൽകുന്ന വാക്സിനുകൾ ഇപ്പോൾ നിലവിലുണ്ട്. അതും ശരിയാണ്. ഓക്കെ. അപ്പോൾ ഈ 3 പോയിന്റും പഠിക്കണം. ഓക്കെ. അടുത്ത് നോക്കിയടാ, ഇവിടെ വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇവിടെ നമുക്കറിയാം കണ്ണാണ് അല്ലേ. കണ്ണ് കാണാത്തവർ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ് ഈ പറയുന്ന വൈറ്റ് കെയിനും ടാക്ടൈൽ വാച്ചും ടോക്കിംഗ് വാച്ചും എല്ലാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. എത്രാമത്തെ ജോഡിയാണെന്ന് നോക്കണം. എത്രാമത്തെ ശരിയായ ജോഡി നോക്കിയിടാം. ഇവിടെ ക്ഷയം വൈറസ്. ഇവിടെ ക്ഷയം ഉണ്ടാകാൻ കാരണം വൈറസ് ആണോ എന്നാണ് ചോദ്യം. ആണോ? അടുത്ത് നോക്കിയാൽ ചിക്കൻ പോക്സ് പ്ലാസ്മോഡിയം ആണോ? മലേറിയ ഫംഗസ് ആണോ? ഡയേറിയ ബാക്ടീരിയ ആണോ? ഇവിടെ ഇതിൽ ഏതാണ്ടോ ശരി? നമുക്കറിയാം ചിക്കൻ പോക്സ് പ്ലാസ്മോഡിയം അല്ല. ചിക്കൻ പോക്സ് ഏതാണ്? ഇവിടെ വൈറസ് ആണല്ലേ. വൈറസ് കാരണമാണ് ചിക്കൻ പോക്സ് ഉണ്ടാകുന്നത്. അതായത് ഏതാണ്? വാരിസെല്ല സോസ്റ്റർ എന്ന വൈറസ് മുഖമാണ് എന്ത് ചിക്കൻ പോക്സ് ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏത് വരും? ബി ആണ് ആൻസർ, ശരിയായ ജോഡി. ഇവിടെ ഇതിൻ്റെ ആൻസർ ശരിയല്ല, ഡൗട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. 74ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടത്. ഇവിടെ ജീവിതശൈലി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന രോഗമായിരിക്കും ജീവിതശൈലി രോഗം. ഓക്കെ. ഇവിടെ ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ വ്യായാമമില്ലായ്മ എന്നീ രോഗങ്ങൾക്ക് കാരണമാകുന്നു. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ ഭക്ഷണശീലവും വ്യായാമവും ഒക്കെ. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണോ ജീവിതശൈലി രോഗങ്ങൾ? പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. അത് ശരിയാണ്. ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ പുകവലിയും മദ്യപാനം ഒക്കെ. അടുത്ത അണുബാധ ജീവിതശൈലി രോഗവുമായി ബന്ധമില്ല. നമുക്കറിയാം ജീവികൾക്കുണ്ടാകുന്ന തകരാറുകളും ജീവിതശൈലിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഇവിടെ ശരിയായിട്ടുള്ളതല്ലേ 1ഉം 2ഉം. അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നോക്കിയേ. 75 വൈറ്റമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? 75. 75ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വൈറ്റമിൻ കെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. ശരിയാണെന്ന് നമുക്കറിയാം. വൈറ്റമിൻ കെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. വൈറ്റമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. നമുക്കറിയാം കൊഴുപ്പിൽ ലയിക്കുന്ന ഏതൊക്കെയാണ്? ADEK, അടയ്ക്കയ്ക്ക് കൊഴുപ്പ്, അങ്ങനെ കൂടെ കേട്ടിട്ടുണ്ടോ? ADEK ഇതാണ് എന്ത്? വൈറ്റമിൻ ADEK. ഇതെല്ലാം എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. ബാക്കിയെല്ലാം എന്താണ്? വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. ഓക്കെ. അപ്പോൾ വൈറ്റമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. കൊഴുപ്പിൽ എന്തെങ്കിലും ADEKയിൽ വൈറ്റമിൻ സി ഇല്ല. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? തെറ്റായിരിക്കും. അപ്പോൾ അതേ നോക്കിയേ. വൈറ്റമിൻ ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു. ശരിയാണ്.
അത് വൈറ്റമിൻ ബി വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. അപ്പോൾ ഇതേതാണ് ആൻസറായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്ത പ്രസ്താവന. വൈറ്റമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. വൈറ്റമിൻ സി എവിടെയാണ്? വെള്ളത്തിലാണ് ലയിക്കുന്നത്. വെള്ളത്തിൽ ഏതൊക്കെയായിരിക്കും? ബിയും സിയും ആണ് വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ്. ഓക്കെ, ഇവിടെ കേരളത്തിൽ വ്യാപകമായി ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ ഏതൊക്കെയാണ്? ഇവിടെ ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയൊക്കെ കൊതുക് വഴി പകരുന്ന രോഗങ്ങളാണ്. അപ്പം കൊതുകിനെ തടയാനുള്ള നോക്കിയാൽ മതി. ഇവിടെ ചുറ്റുപാടിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് അനുവദിക്കരുത്. അപ്പോൾ കൊതുക് വെള്ളം കെട്ടി നിന്നാൽ ഉണ്ടാവും, അപ്പോൾ അത് അനുവദിക്കരുത്. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, ആവശ്യമുണ്ട്, പക്ഷേ ഇത് പ്രതിരോധിക്കാൻ ഇതിൻ്റെ ആവശ്യമില്ല. ആഹാര പദാർത്ഥങ്ങൾ അടച്ചു സൂക്ഷിക്കുക, അതും ആവശ്യമാണ്. കൊതുക് വല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ 76ൻ്റെ ആൻസർ ഏത് വരും? ഇവിടെ 1ഉം 4ഉം ആഹാര പദാർത്ഥങ്ങൾ അടയ്ക്കണ്ടല്ലോ, ഇത് അടയ്ക്കണം. കൊതുക് വല പോലുള്ള ഉപായങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ സി ആണ്. 1ഉം 4ഉം കൊതുകിനെ പ്രതിരോധിക്കണം, അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി പോലുള്ള കൊതുക് പരത്തുന്ന രോഗങ്ങൾ തടയാനുള്ള മാർഗങ്ങൾ. ഓക്കെ, അടുത്ത നോക്കിയ 77ാമത്തെ ക്വസ്റ്റ്യൻ. ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഡിവൈസ് ക്ലോഷർ ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചികിത്സാ രീതിയാണ്. പഠിച്ചോ, ഡിവൈസ് ക്ലോഷർ. അടുത്ത നോക്കിയ അടുത്തൊരു CA ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ആവശ്യമില്ല, ഇതും ആവശ്യമില്ല. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഓക്കെ, അതും പഠിക്കുക, അതും CA ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ അത് GK ഫാക്റ്റ് ആയിട്ട് ഇനിയും തുടർന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ 80 GK ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു. 80 ക്വസ്റ്റ്യൻസും കവർ ചെയ്തു. ആ 80 ക്വസ്റ്റ്യൻസിൻ്റെയും ഓപ്ഷൻസ് പറ്റാവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്ത് പഠിച്ചു. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? നിങ്ങൾ ആ ഓപ്ഷൻസ് വന്നതും ഉത്തരം ശരിയായിട്ട് വന്ന ഓപ്ഷൻസ്, അതായത് 4 ഓപ്ഷൻസിൻ്റെയും എന്ത് ചെയ്യുക? റൂട്ട് പഠിക്കുക. എവിടെ നിന്ന് വന്നു, ഏത് വിഭാഗത്തിൽ നിന്നാണ് ആ ചോദ്യം വന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? അത് തറവായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അടുത്ത് വരുന്ന എക്സാമിൽ നിന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റൂ? ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കൺഫ്യൂഷൻസ് ഇല്ലാതെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ എന്ത് ചെയ്യുക? കാണുക. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഏത് ഭാഗങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് ചോദിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നാലേ ആ ഭാഗത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? പെർഫെക്റ്റ് പ്ലാനിങ്ങിലൂടെയാണ് പഠിക്കേണ്ടത്. ആവശ്യമില്ലാതെ എന്തെങ്കിലും പഠിച്ചു കൂട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ടത് മാർക്കാണ്. ആ മാർക്ക് എവിടെ നിന്ന് കിട്ടും എന്ന് മനസ്സിലാക്കി പഠിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ സീരീസ്. അപ്പോൾ ഈ സീരീസ് മിക്കുള്ള ദിവസം ഉണ്ടാവും. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദിവസവും നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടാവും. എല്ലാ ദിവസവും കാണുക, കൂടെ പോരുക, പഠിച്ച് ജോലി കിട്ടും. ഓക്കെ, താങ്ക് യു.